ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് പലപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ്. ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ സമയമൊക്കെ ചോദിച്ച് അവരുടെ തിരക്കിനിടയിൽ പോയിട്ട് നമ്മൾ വളരെ ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വരും. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അറിയുക അതിൽ ശബ്ദമില്ല, ഇടയ്ക്ക് വെച്ച് മൈക്ക് ഓഫായി പോയെന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങളിതിന് പാരലായിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ആരും കാണാണ്ട് അവിടെ ഒരു മൊബൈൽ വോയിസ് റെക്കോർഡർ ഓണാക്കി ഇട്ടേക്കും. അപ്പോൾ ഒന്നില്ലെങ്കിലും നമ്മുടെ മൈക്ക് ഓഫായി പോയാലും ഇതിൽ നിന്നുള്ള ഒരു വോയിസ് എങ്കിലും നമുക്ക് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സൗണ്ട് അത്ര ക്വാളിറ്റി ഒന്നും ആവില്ലെങ്കിലും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതിനൊക്കെ പകരമായിട്ട്, ഈ ഒരു മൊബൈലിന് പകരമായിട്ട് നമുക്ക് ഡിജിറ്റൽ വോയിസ് റെക്കോർഡറുകൾ കിട്ടും. പലപ്പോഴും അത് സ്പൈ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ചില കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ആരും അറിയാതെ റെക്കോർഡ് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ഏതെങ്കിലും ഒരു മതപ്രഭാഷണം നടക്കുന്ന സമയത്ത് നമുക്കത് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് മുന്നിൽ ചെന്ന് അയാളുടെ വോയിസ് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസ് ഉപയോഗിക്കാം. വളരെ കുഞ്ഞ് ഡിവൈസാണ് ഇത്തരത്തിലുള്ള വോയിസ് റെക്കോർഡറുകൾ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന ഒരു 3000-ൽ താഴെയൊക്കെ വില വരുന്ന ഒരു ഡിജിറ്റൽ വോയിസ് റെക്കോർഡറാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബേക്കി എന്ന കമ്പനിയുടെ ഡിജിറ്റൽ വോയിസ് റെക്കോർഡർ നമുക്ക് ലഭിക്കുന്ന ബോക്സ്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് 32 GB ആണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. 4 GB-യുടെയും 8 GB-യുടെയും 16 GB-യുടേതുമായ മറ്റ് 3 മോഡലുകൾ കൂടി ഈ ഒരു കമ്പനിക്കുണ്ട്. 2650 രൂപ മുതൽ 3600 രൂപ വരെ വിലയുള്ള 4 മോഡലുകൾ. പാക്കേജിൽ ഇംഗ്ലീഷിലുള്ള ഒരു യൂസർ മാനുവലും ഇതുപോലെ ഒരു കവറിൽ പോയി നമ്മുടെ വോയിസ് റെക്കോർഡറും പിന്നെ ഒരു ഇയർഫോണും ചാർജ് ചെയ്യാനുള്ള USB കേബിളുമാണ് നമുക്ക് കാണാനാവുന്നത്. ബ്ലാക്ക് നിറത്തിലുള്ള ബോഡിയാണ് ഇതിൻ്റേത്. അതിന്മേൽ ക്രോമിയം പൂശിയ സ്വിച്ചുകൾ ഫ്രണ്ടിലും ഇരു സൈഡുകളിലും നമുക്ക് കാണാം. ലോഹത്തിൽ പൊതിഞ്ഞ കനമുള്ള ബോഡിയാണ് ഇതിനുള്ളത്. 79 ഗ്രാമാണ് ഇതിൻ്റെ ഒരു ഭാരം. സ്വിച്ചുകൾക്ക് മുകളിലായിട്ട് ഡിസ്പ്ലേ ഭാഗവും ഏറ്റവും താഴെയായി സ്പീക്കറും ഏറ്റവും മുകളിലായി 2 മൈക്കുകളും നമുക്ക് ഇതുപോലെ കാണാം. റെക്കോർഡ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള 4 ബട്ടണുകളാണ് ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലത്തെ സൈഡിൽ എക്സ്റ്റേണൽ കാർഡ് ഇടാനുള്ള സ്ലോട്ടും നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കാനുള്ള സ്വിച്ചും നെക്സ്റ്റ് ലാസ്റ്റ് ട്രാക്കുകളും മെനുവും സെലക്ട് ചെയ്യാനുള്ള ബട്ടണും ഇയർഫോൺ ജാക്കുമാണ് നമുക്ക് കാണാനാവുന്നത്. ഇടത്തെ സൈഡിൽ USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും പവർ ഓൺ സ്വിച്ചും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുകളും എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ലൈൻ ഇൻ കണക്ട് ചെയ്യാനുള്ള പോർട്ടും നമുക്ക് കാണാം. സ്വിച്ചുകളുടെ പേരും ഉപയോഗവുമൊക്കെ ഇതുപോലെ റെക്കോർഡറിന് പുറകിലായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ആക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഡിസ്പ്ലേ തെളിയുന്നു. ഇതൊരു വോയിസ് റെക്കോർഡർ മാത്രമല്ല, മ്യൂസിക് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാനുള്ള ഒരു മ്യൂസിക് പ്ലെയർ ആയിട്ട് കൂടി നമുക്കിത് ഉപയോഗിക്കാം. അത്തരത്തിലൊരു ഡിവൈസാണ്. ഈ ഡിവൈസിൽ ജസ്റ്റ് ഒറ്റ സ്വിച്ച് ഒന്ന് അമർത്തുന്നതോടെ വോയിസ് റെക്കോർഡിംഗ് ആരംഭിക്കും. റെക്കോർഡിങ്ങിൻ്റെ പ്രോഗ്രസ്സും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാം. റെക്കോർഡിംഗ് സ്റ്റോപ്പായാൽ അപ്പോൾ തന്നെ റെക്കോർഡായ ഫയൽ പ്ലേ ചെയ്യാനുള്ള സൗകര്യം വരുന്നു. താഴെയുള്ള സ്പീക്കറിലൂടെ നല്ല വോളിയത്തിൽ തന്നെ നമുക്കത് പ്ലേ ചെയ്ത് കേൾക്കാം. വേവ് MP3 ഫോർമാറ്റുകളിൽ ഇതിലൂടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യാനാകും. 192 kbps വരെ ബിറ്റ് റേറ്റിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ ആവുന്ന ഈ ഒരു ഡിവൈസിൽ 800 mAh ബാറ്ററിയാണുള്ളത്. 50 മണിക്കൂർ വരെ റെക്കോർഡ് ചെയ്യാൻ ഈ ഒരു പവർ മതിയാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഓട്ടോമാറ്റിക്കായി സമയവും തീയതിയും സെറ്റ് ചെയ്ത് ആ ഒരു സമയത്ത് കൃത്യമായി റെക്കോർഡിംഗ് ആക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ഇനി ഒരു വിഷ്വലിന് ഇതുപയോഗിച്ച് റെക്കോർഡ് ചെയ്ത ഒരു വോയിസ് ആഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ടായി? സൂപ്പറായിരുന്നു. എത്ര മാർക്ക് കിട്ടും? 10 ഉറപ്പാണോ? കട്ട ഉറപ്പാണോ? അപ്പൊ 100-ലാണെങ്കിൽ എത്ര കിട്ടും? 100-ലാണെങ്കിൽ 100 ഉറപ്പാണോ? ഇംഗ്ലീഷിന് എത്ര ഉണ്ടാവും? ഇംഗ്ലീഷിന് 10 ഉറപ്പാണോ? അപ്പോൾ വീഡിയോ കണ്ടു കൂട്ടുകാർക്ക് ഈ ഒരു അറിവ് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.